ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നേ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ വായിൽ കപ്പലോടും അല്ലേ? അപ്പോൾ ആ റെസിപ്പി എങ്ങനെ ചെയ്തതെന്ന് കാണാം. അപ്പോൾ ഈ കപ്പ ബിരിയാണി ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ പോത്തിറച്ചി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പ, ഏകദേശം ഒരു 1.5 കിലോ കപ്പയുണ്ട്. പിന്നെ പച്ചമുളക്, 3-4 പച്ചമുളക്, ഒരു 2 സവോള, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മുഴുവൻ മസാലകൾ, ബേ ലീഫ്, ഇച്ചിരി തക്കോലം, 3-4 കറയാമ്പൂ, ഇച്ചിരി കറുവപ്പട്ട, 2-3 ഏലക്ക. പിന്നെ താളിക്കാനായിട്ട് നമുക്ക് വേറെ കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ, ഒരു മുടി തേങ്ങ കൂടി വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ മുഴുവൻ മസാലകൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ബാക്കി ചേരുവകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് മതി. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ ബേ ലീഫ്, തക്കോലം, 3-4 കറയാമ്പൂ, 2-3 ഏലക്ക, ഈ കറുവപ്പട്ട, കുറേ സാധനങ്ങളൊന്നും ഇട്ടൊന്ന് മൂപ്പിക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടാണ് അടുപ്പത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ പച്ചമുളക് ഒന്ന് നെടുകെ പിളർന്നെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. സവാള ഒന്ന് നീട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ മൂപ്പിച്ച മുഴുവൻ മസാലയിലേക്ക് നമുക്ക് ഈ ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, വേപ്പില, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ടു. ഇനി വേണ്ടത് പൊടികളാണ്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ നമുക്കൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടി അടുപ്പത്ത് വയ്ക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് ഇത് വെന്തോളും. അപ്പോൾ ഞാൻ ഈ ഇറച്ചി വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഇറച്ചിയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഇതെല്ലാം, ഉപ്പ്, കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് മുഴുവൻ മസാലകൾ ഒന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം പച്ചയോടെ തന്നെ ഇട്ടിട്ട് വേവിക്കാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം നമ്മളൊരു 3/4 വേവ് ഇറച്ചി വെന്താൽ മതി. ബാക്കി നമ്മൾ കപ്പ കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരു 3/4 വേവ് എന്ന് പറയുമ്പോൾ ഒരു 8 മിനിറ്റോളം നമുക്കിത് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇറച്ചി വേകണ സമയം കൊണ്ട് നമുക്ക് കപ്പ ഒന്ന് തിളപ്പിച്ച് ഊറ്റി കളയാം. അതിനുശേഷം അത് ആ കപ്പ നേരിട്ട് ഇറച്ചിയിലേക്ക് ഇട്ടിട്ടാണ് ബാക്കി വേവ് ഞാൻ വേവിക്കുന്നത്. ഈ കപ്പ ഇതിലേക്കിട്ട് നേരത്തെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊന്നും മഞ്ഞളൊന്നും ചേർക്കണ്ടേ. ഇപ്പം ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ ഈ കട്ടൊക്കെ ഒന്ന് പോകാനായിട്ട്, കട്ടൊന്നുമില്ല, കയ്പൊന്നുമില്ല, എങ്കിലും കപ്പ എപ്പോഴും ഒന്ന് തിളപ്പിച്ച് ഊറ്റുന്നത് നല്ലതാണ്. ഇത് ഇവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ നമ്മൾക്ക് ബാക്കി താളിക്കാനുള്ള ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തീ അല്പം കുറച്ച് വെച്ച് കൊടുക്കാം. ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കപ്പ കൂടി അതിലേക്ക് ഇട്ട് ബാക്കി വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കപ്പയിട്ട് ഒന്നുകൂടി നല്ലപോലെ വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ, ഇതാ 1 കപ്പ് തേങ്ങ, പിന്നെ കപ്പയ്ക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു കുറച്ച് ഉപ്പ് കൂടി ഇതിലൂടെ ഇട്ടിട്ടുണ്ട്.
നമുക്കിത് ഒന്നുകൂടി വേവിച്ചെടുക്കാം. കപ്പ ഇട്ടതിന് ശേഷം അത് വെന്ത് അതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിത് താളിക്കാൻ തുടങ്ങും. ഇത് നമുക്ക് താളിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് താളിക്കാനായിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില നല്ല ചൂടായി. നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മസാലപ്പൊടി നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കൊരു 2 ടീസ്പൂൺ മസാലപ്പൊടി. പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഈ കപ്പയും ഇറച്ചിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി. തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇടാവുള്ളേ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ വശത്തുനിന്നും ഇളക്കി കൂട്ടി ചപ്പയൊക്കെ കൂടി ഒന്ന് ഉടച്ച് ഇങ്ങനെ എടുക്കണേ. കപ്പയ്ക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി കോരങ്കി ഇടാം കേട്ടോ. നമ്മുടെ കപ്പ ബിരിയാണി അങ്ങനെ റെഡിയായി. ഉപ്പെല്ലാം കറക്റ്റാണ്. എരിവും ഉപ്പും എല്ലാം കറക്റ്റാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പ ബിരിയാണിയാണിത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റുള്ള, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ കപ്പ ബിരിയാണി നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. എന്താ ഞാനുണ്ടാക്കിയ കപ്പ ബിരിയാണി. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കപ്പ ബിരിയാണിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.